നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ ഗുണ്ടാവേട്ട സജീവമാക്കി പോലീസ്. ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ ശക്തമായി നേരിടാൻ തീരുമാനം. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് വിനീത് പോലീസ് പിടിയിലായത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. കാർ യാത്രികരായ 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് ദേശീയപാതയിലെ തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തേക്ക് കുഴിയിലേക്ക് ചെരിഞ്ഞു. പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ക്രൈസ്തവ വിശ്വാസികൾ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. പാലയൂരിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജോസഫ് മാളിയക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏനമാക്കൽ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് ദിനം ആചരിച്ചു. വികാരിയുമായ ഫാദർ ജെയ്സൺ തെക്കുംപുറം പതാക ഉയർത്തി. ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദുക്രാന ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റത്തൂർ 3 മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന നാട്ടുകാർ. KLDC തോടുകളിലെ ചണ്ടിയും കുളവാഴയും മൂലം ചേർപ്പ് പഞ്ചായത്തിലെ 13, 16 വാർഡുകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം പരിഹരിക്കണമെന്ന് എട്ടുമന ഇല്ലിക്കൽ ഇറിഗേഷൻ ബണ്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് സമിതി പ്രവർത്തകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. കനത്ത മഴയിൽ ചെങ്ങാലൂർ 2ാം കല്ലിൽ തൊഴുത്തു തകർന്ന് പശു ചത്തു. ഒരു പശുവിന് പരിക്കേറ്റു. മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത്. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ മുങ്ങിയ കീഴൂർ കാക്കത്തുരുത്ത് പ്രദേശം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. റോഡ് ഉയർത്തിപ്പണിത് വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടി അടുത്ത കാലവർഷത്തിന് മുൻപായി സ്വീകരിക്കുമെന്ന് MLA. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണമെന്ന് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൽ ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും വാഴവെച്ച് പ്രതീകാത്മക വിചാരണയും നടത്തി. തുടർച്ചയായി 25 വർഷം ഭരിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പരാജയമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കൊടകര, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. വിലക്കയറ്റം തടയുക, അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. കൂഴൂർ പഞ്ചായത്ത് തനത് ഫണ്ട് ചെലവഴിച്ച് തുടങ്ങിയ KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ബെന്നി ബെഹനാൻ MPയും VR സുനിൽകുമാർ MLAയും ചേർന്ന് ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം BCG-HSSന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. PTA പ്രസിഡന്റ് പ്രസാദ് P. പുലിക്കോടൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ പൊതുവിജ്ഞാന ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അറിവോർമ്മകൾ പുസ്തകം പ്രകാശനം ചെയ്തു. K. പ്രസാദ് പ്രകാശനം നിർവഹിച്ചു. KCYM പാലയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു.
പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പതാക ഉയർത്തി. ഓണത്തിന് പൂക്കളമൊരുക്കാൻ കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന കൃഷി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ് തിരുവെങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രധാന അധ്യാപിക ബെന്നി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായിരുന്ന ഡോക്ടർ PSN നമ്പൂതിരി, KA കാർത്തികേയൻ എന്നിവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാഴൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി യുവ ഡോക്ടർ മറിയാമ്മ നീലങ്കാവിലിനെ അനുമോദിച്ചു. താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ ചർച്ചയിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ ഈ വർഷം കൃഷി ഇറക്കില്ലെന്ന മുന്നറിയിപ്പുമായി ജില്ലാ കോൾ കർഷക സംഘം രംഗത്ത്. ഈ മാസം 7-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കോൾ കർഷകർ. പഞ്ചവാദി കുലപതി പത്മഭൂഷൺ കൂഴൂർ നാരായണൻ മാരാരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശതനാരായണം പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് നൽകുമെന്ന് സംഘാടക സമിതി. ആഗസ്റ്റ് 9-ന് കൊരട്ടിയിൽ സംഘടിപ്പിക്കുന്ന കൂഴൂർ നാരായണ മാരാർ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. കൊടുങ്ങല്ലൂർ മേത്തല വില്ലേജ് ഓഫീസിൽ ഭൂനികുതി അടയ്ക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താത്ത റവന്യൂ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP കീഴ്ത്താളി ഏരിയ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മേത്തല മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിപ്പിലശ്ശേരിയിൽ വീടിന്റെ ചുമർ തകർന്നു വീണു. തിപ്പിലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കരിമ്പനക്കൽ രഞ്ജിത്തിന്റെ വീടിന്റെ ചുമരാണ് മഴയിൽ തകർന്നത്. പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സുഹൃത്ത് അജിത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഡിഗ്രി നവഗാത വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PV നിവാസ് വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴയ നടക്കാവ് നടുവിൽമഠം ഇളമുറ സ്വാമിയാരായി ബ്രഹ്മശ്രീ മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയെ മൂപ്പിൽ സ്വാമിയാർ അവരോധിക്കും. നടുവിൽ മഠത്തിൽ ഈ മാസം 6-ന് രാവിലെ മുതൽ പിറ്റേന്ന് പുലരും വരെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യയന വർഷത്തെ LSS ജേതാക്കൾക്കുള്ള അനുമോദനം അർഹരായ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂന്നുപീടിക ദേശീയപാതയിൽ തൊമ്മാനപ്പാടത്തിന് സമീപം ബൈക്ക് കുഴിയിൽ വീണ യുവാവിന് ഗുരുതര പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശി തൃശൂർക്കാരൻ വീട്ടിൽ നൌഫലിനാണ് പരിക്കേറ്റത്. മറ്റത്തൂർ സർക്കാർ LP സ്കൂളിലെ വായനാ പക്ഷാചരണ സമാപനം എഴുത്തുകാരൻ പ്രകാശൻ ഇഞ്ചൻകുണ്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PR വിമൽ അധ്യക്ഷത വഹിച്ചു. കാട്ടൂർ പൊഞ്ഞനം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കീർത്തി ഇൻഡസ്ട്രിയൽസ്, റെയിൻബോ എന്റർപ്രൈസസ് എന്നീ കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളം ചുറ്റുവട്ടത്തെ കിണറുകളെ മലിനമാക്കിയെന്നാണ് ആരോപിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോർജ് തേർമഠം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഈ മാസം 5-ന് നടക്കും. ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് K. വാര്യർ, ജിയോ പോൾ, ജോസ് മുത്തേടൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തെക്കുംകര പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഓണത്തെ വരവേൽക്കാൻ വെങ്കിടങ്കിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗം KV ഓമന ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാ സംഗമം ശനിയാഴ്ച നടക്കും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ നഗരത്തിലെ ജംഗ്ഷനുകളിൽ അപകട സാധ്യത സൃഷ്ടിക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാൻ മേയർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് മേയർക്ക് ജോൺ ഡാനിയൽ കത്ത് നൽകി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHOയുടെ കൃത്യനിർവഹണത്തിലെ വീഴ്ചയും ജനങ്ങളോടുള്ള മോശമായ സമീപനങ്ങളും ചൂണ്ടിക്കാണിച്ച് CC മുകുന്ദൻ MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. SHO C രമേശിനെ അടിയന്തരമായി ചേർപ്പ് സ്റ്റേഷനിൽ നിന്നും മാറ്റണമെന്നും അന്വേഷണം നടത്തി വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനുള്ള BJP 3-അംഗ സമിതി തൃശൂരിൽ കർഷകരുമായി സംവദിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി R നായർ എന്നിവരാണ് കർഷകരുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാനെത്തിയത്. മാള കുണ്ടായിയിൽ വീടിന്റെ മതിലിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. അമ്പുക്കൻ തോമസിന്റെ മതിലിലാണ് 8 അടി നീളമുള്ള പാമ്പിനെ കണ്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.